താതനെ ആരാധന. ആരാധന ആരാധന താതനെ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന ആത്മനെ ആരാധന. ആരാധന ആരാധന ആത്മനെ ആരാധന. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, 2016 വിട പറയാൻ തുടങ്ങുന്ന ഈ സായങ്കാലം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അസുലഭമായ നിമിഷങ്ങളാണ് ഈ വരുന്ന അരമണിക്കൂർ. ഭക്ഷണം തേടിപ്പോയ പക്ഷികളൊക്കെ തങ്ങളുടെ കൂടുകളിലേക്കും മടങ്ങിയെത്തിയിരിക്കുന്നു, ചേക്കേറിയിരിക്കുന്നു. മൃഗങ്ങൾ വാസസ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. ദിവസത്തിൻ്റെ അധ്വാനത്തിന് ശേഷം കൃഷിക്കാരും ജോലിക്കാരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് സ്വഭവനങ്ങളിലേക്കും തിരിച്ചെത്തിയിരിക്കുന്നു. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ ക്രിസ്മസും പുതുവത്സരവും പ്രമാണിച്ച് വിദേശ നാട്ടിൽ നിന്ന് തിരിച്ചും സ്വന്തം നാട്ടിലേക്കും പ്രിയപ്പെട്ടവരുടെയൊക്കെ അടുക്കിലേക്കും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിലും ദൈവഭവനമായ ഈ ദേവാലയത്തിൽ മക്കളോടൊപ്പം അല്പം സമയം പങ്കിടുവാൻ ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. പുണ്യപ്പെട്ട ഈ നിമിഷങ്ങളിൽ ബാഹ്യചിന്തകളിൽ നിന്നെല്ലാം അകന്ന് അരമണിക്കൂർ നമുക്ക് കർത്താവിനോടൊപ്പം ആയിരിക്കാം. ദൈവത്തിൽ നിന്ന് ഓടിയകലുവാൻ ശ്രമിക്കുന്ന മനുഷ്യനെ തേടിപ്പിടിക്കുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ് ക്രിസ്മസ് ദിനങ്ങളിൽ നാം അനുസ്മരിച്ചു കൊണ്ടിരുന്നത്. മനുഷ്യരോടൊത്ത് ലോകാവസാനം വരെയും ആയിരിക്കുവാൻ പരിശുദ്ധ കുർബാനയിലൂടെ അവിടുത്തെ സ്നേഹജീവിതം തുടർച്ചയായി നമുക്ക് നൽകുവാൻ അപ്പത്തിൻ്റെ രൂപത്തിലും നമ്മോടൊപ്പം ഈ അരളിക്കായിലും എഴുന്നള്ളിരിക്കുന്ന ഈശോ നമ്മെ ഓർപ്പിക്കുന്നതും നമ്മെ കാത്തും ആ നല്ല ദൈവം എപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമാണ്. 2-3 പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം, അതും നിരന്തരമായിട്ടുള്ള സാന്നിധ്യം അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുത്തോടുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പുനർസമർപ്പണം ചെയ്യാം. എൻ്റെ ജീവൻ്റെ നാഥനായ ഈശോയെയും എൻ്റെ സൃഷ്ടാവായ ഈശോയെയും ഓരോ നിമിഷവും എന്നെ പരിപാലിക്കുന്ന ഈശോയെയും അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മെ മുഴുവനും നമുക്കുള്ള സർവ്വതും അവിടുത്തെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ
സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ഇനി നമുക്ക് സ്വസ്ഥാനങ്ങളിൽ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുകൊള്ളാം. അനുഗ്രഹദായകമായ ഒരു വർഷം കൂടി നാം പിന്നിടുകയാണ്. എത്രയോ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയും അവയെല്ലാം ഓർമ്മിച്ചുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഓരോ നിമിഷവും ഒന്നിനു പുറകായി ഒന്ന് തന്നുകൊണ്ട് ആ നിമിഷങ്ങളെയെല്ലാം നന്ദിയുടെ ജീവിതമാക്കി തരുവാൻ വേണ്ടിയിട്ട് ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും അവിടുത്തെ പ്രത്യേക സംരക്ഷണത്തിൽ നമ്മെ പരിപാലിക്കുന്നതിനെ ഓർത്ത്, നല്ല മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തന്നതിനെ ഓർത്ത്, ഭവനങ്ങളെയും നല്ല വിദ്യാഭ്യാസത്തെയും ഓർത്ത്, നമുക്ക് ലഭിച്ച ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും എല്ലാം ഓർത്ത്, നിരവധിയായ കഴിവുകൾ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത്, അനേക കൃപകളെ ഓർത്ത് കൃതജ്ഞതയുടെ ഈരടികളിൽ പങ്കുചേർന്ന് നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇടവകയ്ക്കും സമൂഹത്തിനും ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർക്കാം ഈ അവസരത്തിൽ. നന്ദിയേകിടാ നല്ലവനാം ദൈവത്തിന് നന്ദിയേകിടാ. സഭയെ നയിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ശുശ്രൂഷിക്കാൻ അനേകം ശുശ്രൂഷകരെയും പഠിപ്പിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ആയി അനേകം ദൈവങ്ങളെയും നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. നന്ദിയേകിടാ നല്ലവനാം ദൈവത്തിന് നന്ദിയേകിടാ. 2016 കാരുണ്യവർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് അനേകർക്ക് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ദർശിക്കുവാൻ അവസരവും നൽകിയതിനെ ഓർത്ത്, നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുവാനുള്ള അവസരമുണ്ടായതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. നന്ദിയേകിടാ നല്ലവനാം ദൈവത്തിന് നന്ദിയേകിടാ. കരുണയുടെ അമ്മയായ മദർ തെരേസയെയും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നന്ദിയേകിടാ നല്ലവനാം ദൈവത്തിന് നന്ദിയേകിടാ. ശാലോം ഉൾപ്പെടെ അനേകം ശുശ്രൂഷകരിലൂടെ, സന്യാസിനികളിലൂടെ, വൈദികരിലൂടെ, മേലധ്യക്ഷരിലൂടെ, മിഷനറിമാരിലൂടെ, അയൽമായ പ്രേക്ഷിതരിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനേകം അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.
നന്ദിയേകിടാം നന്ദിയേകിടാം നല്ലവനാം ദൈവത്തിന് നന്ദിയേകിടാം 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 നല്ലവനാം ദൈവത്തിന് നന്ദിയേകിടാം. പ്രിയമുള്ളവരെ, അടുത്ത ഏതാനും നിമിഷങ്ങൾ നമുക്ക് ആത്മപരിശോധനയുടെയും അനുതാപത്തിൻ്റെയും നിമിഷങ്ങളായി രൂപാന്തരപ്പെടുത്താം. ലോകചരിത്രം തന്നെ, രക്ഷാകര ചരിത്രം തന്നെ നന്ദികേടിൻ്റെ ചരിത്രം കൂടിയാണ്. ലഭിച്ച നന്മകളെ മറക്കുന്നതിൻ്റെ ചരിത്രവും കൂടിയാണത്. സൃഷ്ടാവിനെ മറന്ന്, നടന്ന വഴികൾ മറന്ന്, നേടിയ അനുഗ്രഹങ്ങൾ മറന്ന്, ജനിപ്പിച്ച മാതാപിതാക്കന്മാരെ മറന്ന്, ജനിച്ച വീടിനെ മറന്ന്, സഹോദരങ്ങളെ മറന്ന്, സഹജീവികളെ മറന്ന്, നാടിനെ മറന്ന്, ദൗത്യം മറന്ന്, അവനവനിലേക്ക് മാത്രമുള്ള ഒരു ചുരുക്കമാണ് നന്ദികേട് അഥവാ പാപം. ദൈവത്തോടും സഹജീവികളോടും നമുക്കുണ്ടായിരുന്ന ബന്ധത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതെല്ലാം മേഖലകളിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്? ദൈവകൽപ്പനകളും സഭയുടെ നിയമങ്ങളും രാഷ്ട്ര നിയമങ്ങളും നാം പാലിക്കുവാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? പ്രാർത്ഥനാ ജീവിതത്തിലും കൗദാശിക ജീവിതത്തിലും കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ആരെയെങ്കിലും മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ ഉപേക്ഷയാൽ വീഴ്ച വരുത്തിപ്പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഇങ്ങനെ കടങ്ങൾ ബാക്കി വരുത്തിയിട്ടുണ്ടോ? മാതാപിതാക്കളോടും മക്കളോടും സഹോദരങ്ങളോടും സഹജീവികളോടും സഹപ്രവർത്തകരോടും മേലധികാരികളോടും സഭാധികാരികളോടും നമുക്കുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടായിപ്പോയിട്ടുണ്ടോ? അനുതാപമുറ്റ ഹൃദയത്തോടെ നമുക്ക് പാപങ്ങളെ കുറിച്ച് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുവാൻ പോയ പാപിയുടെ മനോഭാവത്തോടെ അനുതപിക്കുന്ന ഹൃദയത്തോടെ മനസ്താപ പ്രകരണം ഏറ്റുചൊല്ലാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ഒരു നിമിഷം കണ്ണടച്ച് നിശബ്ദതയുടെ ആഴത്തിലിരുന്ന് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറന്ന് ദിവ്യനാഥനെ നമുക്ക് നോക്കാം. അനുതാപത്തിലൂടെ നവ്യമായ ഹൃദയം സ്വീകരിച്ച നാം നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി ദിവ്യനാഥനെ സ്തുതിക്കാം. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ അങ്ങേക്ക് സ്തുതി, ആരാധന, 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 ആരാധന. യേശുവേ അങ്ങേക്ക് മഹത്വം, യേശുവേ അങ്ങേക്ക് പരിശുദ്ധാത്മാവേ സ്തുതി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ
അങ്ങേക്ക് മഹത്വം, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന സ്തുതി, യേശുവേ അങ്ങേക്ക് സർവ്വപരിശുദ്ധാത്മാവേ നന്ദി, ആരാധന സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെട്ടിപ്പിക്കുന്ന ഇന്നലകളും ഭീകരവാദവും ലോകരാഷ്ട്രങ്ങളുടെ കിടമത്സരങ്ങളും യുദ്ധനിമിഷങ്ങളും അസമത്വവും ദാരിദ്ര്യവും നിറഞ്ഞ ചുറ്റുപാടുകളും പട്ടിണിയിൽ നെടുവീർപ്പാൽ വലയുന്ന സാഹചര്യങ്ങളുമുണ്ടെങ്കിലും തുറച്ചു നോക്കുന്ന നാളുകളും അസ്വസ്ഥതകളും സുരക്ഷിത ബോധം ഇല്ലാതാക്കുന്നുണ്ടെങ്കിലും ഒത്തിരിയേറെ നന്മകളും നന്മ നിറഞ്ഞ മനസ്സുകളും ജീവൻ പോലും ത്യജിക്കുവാൻ തയ്യാറുള്ള സഹജീവികളും സ്നേഹം നിറഞ്ഞ ബന്ധുമിത്രാദികളും വ്യക്തിത്വങ്ങളും ഉള്ള നല്ലൊരു ലോകത്തിലേക്ക് ഈ വരുന്ന 2017 ഈശോയുടെ കരം പിടിച്ച് നിർമ്മല ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ യോസേപ്പിതാവിൻ്റെയും കാവൽ മാലാഖായുടെയും സംരക്ഷണത്തോടെ നമുക്ക് പ്രവേശിക്കാം. സായാഹ്ന പ്രാർത്ഥകരോടൊത്ത് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇരിക്കുവാൻ തൊഴുത്തിൻമുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് കുറവില്ലാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു. പ്രിയമുള്ളവരെ, വരുന്ന പുതുവത്സരം അനുഗ്രഹദായകമാകുവാൻ ദൈവത്തോടൊത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും ബാലികാബാലന്മാരെയും യുവജനങ്ങളെയും മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ബാലികാബാലന്മാരെയും യുവജനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനുമുള്ള പ്രവാസികളെയും വിദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശ്വാസ സാക്ഷ്യത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും യുദ്ധം, രോഗം എന്നിവയാൽ ക്ലേശിക്കുന്നവരെയും അഭയാർത്ഥികളായി അലയുന്നവരെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയെയും രാഷ്ട്രങ്ങളെയും അവയെ നയിക്കുന്നവരെയും വിശുദ്ധീകരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശാലോം കുടുംബത്തെയും വിവിധ പ്രവർത്തന മേഖലകളെയും ലോകം മുഴുവനുമുള്ള പ്രേക്ഷകരെയും അവരുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ.
ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂമി മുഴുവനെയും സകല ജീവജാലങ്ങളെയും പ്രപഞ്ചം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുതുവർഷത്തെ നന്ദിയുടെ ഒരു വർഷമായി നമുക്ക് മാറ്റാം. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരുവാനും നമുക്ക് കഴിയട്ടെ. 2017 അനുഗ്രഹം നിറഞ്ഞ ഒരു വർഷമായി തീരട്ടെ. നമുക്ക് മുട്ടിന്മേൽ നിന്നും കൈകൾ ഉയർത്തി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ആവർത്തിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാ